ഇന്ന് നമുക്ക് തേങ്ങ അരച്ച് വെച്ച നല്ല അടിപൊളി ഒരു അയലക്കറി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യം 1 കപ്പ് തേങ്ങ തിരുമിയത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 അല്ലി ചുവന്നുള്ളി, 1/2 കപ്പ് വെള്ളം. ഇതെല്ലാം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിൻ്റെ അകത്തിലേക്ക് പുളിക്ക് വേണ്ടി മാങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. മാങ്ങയ്ക്ക് പകരം കുടംപുളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി 3 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിൻ്റെ അകത്തിലേക്ക് 300 ഗ്രാം അയല കഴുകി കട്ട് ചെയ്തെടുത്താണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള അയല ചേർക്കുമ്പോൾ ഈ കറിക്ക് പ്രത്യേക ടേസ്റ്റാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഈ കറിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി ഒന്ന് വറ്റി വരണം. അതുവരെ നന്നായിട്ടൊന്നൊരു 10 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. അത് കണ്ടില്ലേ, കറിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ സ്പൂണൊന്നും ഇട്ട് ഇളക്കല്, പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ട് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ അരച്ച് വെച്ച മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്